ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് പ്രോഗ്രാമുകളും അതുപോലെ എപ്പിസോഡുകളും കാണുന്ന എല്ലാവർക്കും വളരെ ക്ലിയറായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചിത്രമുണ്ട്. ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്ന കളികൾ രണ്ട് വ്യക്തികളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. അത് ഒന്ന് ജാസ്മിൻ, മറ്റൊന്ന് ഗബ്രി. ഈ രണ്ടാൾക്കാരും അവിടെ നിന്ന് പുറത്തു പോകണം, അവരെ പുറത്ത് കളയണം എന്ന് ധാരാളം ആൾക്കാർ കമൻറ്റ് ബോക്സിൽ എഴുതി വിടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിയാണ്, അവരെ ആ വീട്ടിൽ നിന്ന് കളയണമെന്നുള്ളത് ന്യായമായിട്ടുള്ള ഒരാഗ്രഹം തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവർ പുറത്തു പോയാൽ തൽക്കാലത്തേക്കെങ്കിലും ബിഗ് ബോസ് വീട് ഒന്ന് ഫ്രീസ് ആകാൻ സാധ്യതയുണ്ട്. കാരണം ആ വീട്ടിൽ നിൽക്കുന്നവർക്ക് ആരെയും ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വൈൽഡ് കാർഡിൽ കൂടി വന്നു കയറിയ ആൾക്കാരാണ് കളി കൊഴിപ്പിച്ചത്. പക്ഷേ അവരുടെ ടാർഗറ്റ് ജാസ്മിനും ഗബ്രിയും മാത്രമായി മാറിയിരിക്കുന്നു. ആ വീടിനകത്ത് കുറെ ആൾക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടാർഗറ്റ് ഒന്നുമില്ല. കഴിവുള്ളിടത്തോളം അവിടെ നിന്നു പോവുക. അവർക്ക് അഭിപ്രായങ്ങളില്ല, അഭിപ്രായ ഭിന്നതകളില്ല, യോജിപ്പുകളോ വിയോജിപ്പുകളോ ഒന്നുമില്ല. അതിനകത്ത് മാക്സിമം ഉണ്ടുമുറങ്ങിയും അങ്ങനെ മുൻപോട്ട് പോകുന്ന വാഴകൾ എന്ന് നമ്മൾ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ അതിനകത്തുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടം ആൾക്കാർക്ക് അവർ വേറെ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് ജാസ്മിനും ഗബ്രിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ജാസ്മിനും ഗബ്രിയും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യേണ്ടി വരും. കളം കൊഴിപ്പിക്കുവാൻ വേണ്ടി ചില ദിവസങ്ങളിലേക്കെങ്കിലും അവിടെ പുതിയ അജണ്ടകൾ കണ്ടെത്തേണ്ടി വരും, പുതിയ സ്ട്രാറ്റജികൾ മെനഞ്ഞെടുക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. രണ്ട് വ്യക്തികളിലേക്ക് മാത്രമായി ഇപ്പോൾ ഗെയിം ചുരുങ്ങിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും ഇല്ലാതെ ബിഗ് ബോസ് വീട് ഇപ്പം മറ്റൊരു മേഖലയിലും ചലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാ ആൾക്കാരും വളരെ ഏകോദര സഹോദരങ്ങളെ പോലെ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ മുൻപോട്ട് പോവുകയാണ്. സകല ആൾക്കാരുടെയും മുൻപിലെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇവരെ തുരത്തി അടിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അതിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നാൽ ജാസ്മിൻ, ഗബ്രി, ഈ രണ്ടാൾക്കാരുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഗബ്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു വാക്കുണ്ട്, ഒരു പ്രതിജ്ഞ പോലെ. എന്തായാലും ഇനി ജാസ്മിനെ കൈവിട്ടിട്ട് ഒരു കളിയില്ല, ജാസ്മിൻ്റെ കൈ പിടിച്ച് മാത്രമായിരിക്കും താൻ മുൻപോട്ട് പോകുന്നത്. എൻ്റെ അപ്പൻ ഇതിനകത്ത് വന്ന് അതിനെതിരായി പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല, അനുസരിക്കില്ല. ഗബ്രി ഇത് പറയുമ്പോൾ പ്രേക്ഷകരായ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണുള്ളത്. അങ്ങനെ ജാസ്മിൻ്റെ കൈവിട്ട് കഴിഞ്ഞാൽ ഗബ്രിക്ക് അവിടെ ഒരു നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. സ്വന്തമായൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ അത് പ്രേക്ഷകരിലേക്ക് വിജയപ്രദമായി എത്തിക്കുവാനോ അത് വെച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാനുള്ള സ്ട്രാറ്റജികൾ മെനയുവാനോ അതിനൊന്നുമുള്ള കപ്പാസിറ്റി ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ വാലിൽ പിടിച്ചു മാത്രമേ ഗബ്രിക്ക് എന്തെങ്കിലും കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തന്നെ ജാസ്മിൻ്റെ അവസ്ഥയും ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ജാസ്മിനും ആകെ തകർന്നിരിക്കുകയാണ്. ഗബ്രി ജാസ്മിൻ എന്ന വിഷയത്തിന് അപ്പുറത്തേക്ക് നീങ്ങി വ്യക്തിപരമായി ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടാക്കി അതിൽ മുൻപോട്ട് പോകുവാൻ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ഒരു ചിന്ത സ്വപ്നങ്ങളിൽ മാത്രമാണ്, നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ കോംബോ എന്തായാലും നാറിപ്പുഴുത്ത് ഒരു വഴിക്കായി. ഇനിയിപ്പോൾ ഇതുമായിട്ട് തന്നെ മുൻപോട്ട് പോവുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തീവ്രമായ അന്തരീക്ഷങ്ങളോടുള്ള ബന്ധത്തിൽ ഈ കോംബോയ്ക്ക് ഒരു അറുതി വരും എന്നൊക്കെ ചെറിയ രീതിയിലെങ്കിലും പ്രേക്ഷകരിൽ ചിലർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. എന്നാൽ സൈക്കോളജിസ്റ്റിന്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം വെച്ചുകൊടുത്ത ഉപദേശങ്ങളാണ് ഇപ്പോൾ അവരെ വീണ്ടും ഈ ഒരു അന്തരീക്ഷത്തിൽ നീങ്ങുവാൻ പ്രേരിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. എന്ന് പറഞ്ഞാൽ ഈ കോംബോ സൂപ്പറാണ്, ഇത് ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ട്, ഇതിൽ പിടിച്ചു തന്നെ നിങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ആവശ്യം ഈ ഫൈറ്റ് തന്നെയാണ്. ഇവർ ഇതിനകത്തൊന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട് ഉറങ്ങി അന്തരീക്ഷത്തിലേക്ക് എത്തും. ഇവർ ഗെയിം കളിക്കാതെ ഒരു മൂലയ്ക്ക് മാറി ഇരുന്ന് കഴിഞ്ഞാൽ എത്ര സമയമാണ് ഇത് മാത്രം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുക? ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇതിനെല്ലാം ഉപരിയായി മറ്റൊരു കാര്യം കൂടി പറയുവാനുള്ളത്, ഇത് തന്നെ 24 മണിക്കൂറും ആ വീട്ടിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ അതിലും മടുക്കും എന്നുള്ളത് വളരെ കൃത്യമായൊരു കാര്യം തന്നെയാണ്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് രതീഷ് ആ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതൽ ഇറിറ്റേറ്റിംഗ് ഗെയിം അവലംബിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ബിഗ് ബോസ് മാക്സിമം അതിനെ ബൂസ്റ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ ബിഗ് ബോസിനും പ്രേക്ഷകർക്കും ഒരുപോലെ ചൊറിച്ചിൽ കയറുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഒരു പുനഃപരിശോധനയിലേക്ക് എത്തി രതീഷിനെ പുറത്ത് കളയുക എന്നുള്ളതായിരുന്നു. കാരണം ഈ രതീഷിന്റെ ഇറിറ്റേറ്റിംഗ് ഗെയിം ആദ്യമൊക്കെ ഒരു രസമായിട്ട് തോന്നും. പക്ഷേ ഇത് മാത്രം കണ്ടുകൊണ്ടിരിക്കാനാണ് പ്രേക്ഷകരുടെ വിധിയെങ്കിൽ അവർ TV ഓഫ് ചെയ്തിട്ട് വേറെ പണിക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ഇവിടെയും വരാൻ സാധ്യതയുള്ള ഒരു കാര്യം. ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഈ കളികൾ തന്നെയാണ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വേറെ ഗെയിമുകളൊന്നുമില്ല, ഗബ്രിയും ജാസ്മിനും മാത്രമാണ് ടാർഗറ്റ് എങ്കിൽ അതുമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ന്യൂനപക്ഷം ആൾക്കാർ മാത്രമായിരിക്കാം ഇനിയും ഇത് കാണാനിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തില്ല. കാരണം ഇത് കണ്ട് ജനങ്ങൾ ആകെ മടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.
എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, തൽക്കാലം ഈ സ്ഥിതി തുടരുകയുള്ളൂ. കാരണം ആ വീട്ടിൽ മറ്റുള്ളവർക്ക് ആർക്കും വേറൊരു ഗെയിം ഇല്ലാത്തിടത്തോളം, ജാസ്മിനും ഗബ്രിക്കും അവരെ രണ്ടുപേരും പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കളിക്കാൻ കഴിയാത്തിടത്തോളം സാഹചര്യത്തിൽ ഈ വെറുപ്പിക്കൽ ഗെയിമുകൾ ഇരുവശത്തു നിന്നും തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തന്നെ കണ്ടുകൊണ്ട് മുൻപോട്ട് പോവുക എന്നുള്ള ആ ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ പ്രേക്ഷകർ തുടർന്നുകൊണ്ടേയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാം, ഇതിൽ തന്നെ മുൻപോട്ട് പോകാം. ഇല്ലെങ്കിൽ TV ഓഫ് ചെയ്തിട്ട് വേറെ വഴിക്ക് പോകാം.